ഹായ് ആൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വരുന്ന ഫെബ്രുവരി 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അന്നാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, മറക്കാതെ തന്നെ നമ്മളുടെ ആ പോസ്റ്റിലേക്ക് നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 4-ാം തീയതിയാണ്. മറക്കാത്ത എല്ലാവരും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിന് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാറ്റഗറി നമ്പർ 733/2025 നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ, അതും നമ്മുടെ ബയോളജി സയൻസ് എടുത്തവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ ബയോളജി സയൻസ് പഠിച്ച ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ അല്ലെ. +2 ബയോളജി എടുത്തു, ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി അങ്ങനെയല്ല, അതിനെ ബേസ് ചെയ്തിട്ടല്ല, അങ്ങനെ ഒരുപാട് പരാതി പറയുന്നത് നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ആണ് മെയിൻ ആയിട്ട് ഈ പറയുന്ന ഒരു പോസ്റ്റിന്റെ ഇപ്പൊ നമുക്ക് റിലീസ് വന്നിരിക്കുന്നത്. മെയിൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സങ്കടപ്പെടുന്ന എല്ലാവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാണ്ട് സാധിക്കുന്നതാണ്. അപ്പൊ നമ്മളുടെ ബയോളജി സയൻസ് നമുക്ക് ബയോളജി അല്ലെ, +2 നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം, അതുപോലെ നമുക്ക് ബയോളജി എടുക്കാം. ബയോളജി എടുത്ത ആൾക്കാർക്ക് എല്ലാവർക്കും നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ VHSC MLT അല്ലെ, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, നമുക്ക് അത് പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വാലൻസി വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ നോക്കുമ്പോൾ എലിജിബിൾ എന്നൊക്കെ പറഞ്ഞായിരിക്കും ചില പ്രൊഫൈലിൽ കാണുന്നത്. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇക്വാലൻസി +2 ഏതാണ്, ബയോളജി ആണോ എന്നുള്ള രീതി നോക്കിയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മിസ് എന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഈ പറയുന്ന 733/2025 ജൂനിയർ ലാബ് അസിസ്റ്റന്റ് സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടോട്ടലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 100 മാർക്കാണ് ഇതിന്റെ ടോട്ടൽ മാർക്ക് വരുന്നത്. അതിൽ 50 മാർക്കാണ് MLT, അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി വരുന്നുണ്ട് 15 മാർക്ക് വീതം. പിന്നെ നമ്മുടെ ബയോളജിയുടെ ബോട്ടണി സുവോളജി, അത് രണ്ടും തിരിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 10 മാർക്ക് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാണ് വരുന്നത്. വലിയ പാടുള്ള സിലബസ് ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള സിലബസ്. അത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ, ബയോളജി സയൻസ് എടുത്ത് പഠിച്ച എല്ലാവർക്കും ഇത് ഈസിയാണ്, ക്വാളിഫൈ ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ എന്തൊക്കെയാണ് നമ്മളുടെ സിലബസും കാര്യങ്ങളെന്നൊക്കെ നോക്കാം. നമ്മളുടെ MLTക്ക് 50 മാർക്കാണ് നമുക്ക് വരുന്നത്. അതിൽ പാർട്ട് 1 മൊഡ്യൂൾ 1 10 മാർക്കാണ്. ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആണ്. അതിൽ നമ്മുടെ ലബോറട്ടറി, അതിന്റെ ഹാസാർഡ് സിമ്പിൾസ്, വാർണിംഗ് സിമ്പിൾസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതുപോലെ കെമിക്കൽസ്, നമ്മുടെ പ്രിക്വേഷൻസ്, സ്റ്റോറേജ് ഓഫ് കെമിക്കൽ, എങ്ങനെയൊക്കെയാണ് കെമിക്കൽ സ്റ്റോറേജ് ചെയ്യുന്നത്, അതൊക്കെയാണ്. ഇവൻ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ പകുതി മാർക്ക് നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു MLT നമ്മൾ വിചാരിക്കും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് ഓർക്കും, പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണിത്. പിന്നെ നമുക്ക് വരുന്ന ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് ഡിസ്ഇൻഫെക്റ്റൻസ് യൂസ്ഡ് ആൻഡ് ബയോസേഫ്റ്റി പ്രിക്വേഷൻസ് ഇൻ കേസ് ഓഫ് സ്പെസിമെൻ പില്ലേജസ്. അങ്ങനെ പിന്നെ അതുപോലെ കോമൺ ഇൻസ്ട്രുമെന്റ്സ്, ലബോറട്ടറി നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ഇൻസ്ട്രുമെന്റ്സ്, ഇൻക്യുബേറ്റേഴ്സ്, സെൻട്രിഫ്യൂജ്, സെമി ഓട്ടോ അനലൈസർ, കൊളോറിമീറ്റർ, അതുപോലെ നമ്മുടെ ഡിസ്ലീഷൻ ആൻഡ് ഡീഅയണൈസേഷൻ അപ്പാരറ്റസ് ആൻഡ് യൂസസ്, പിന്നെ ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം. ഇത്രയാണ് നമ്മളുടെ MLTയുടെ ഒക്കെ മൊഡ്യൂൾ 1 നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അതുപോലെ മൊഡ്യൂൾ 2 നമുക്ക് 13 മാർക്ക് വരുന്നുണ്ട്. അത് ബ്ലഡ് ആൻഡ് ഫിലോബോട്ടമി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നാണ് നമുക്ക് 10 മൊഡ്യൂൾ 2 ഇതിൽ 13 മാർക്കാണ്. 10 മാർക്കും വരുന്നത് ബ്ലഡ് ആൻഡ് ഫിലോബോട്ടമി നിന്നാണ്. കാപ്പിലറി പഞ്ചർ, ആർട്ടറി പഞ്ചർ, വീനോസ് പഞ്ചർ, പിന്നെ നമ്മുടെ സൈറ്റ്സ് ഓഫ് ബ്ലഡ് കളക്ഷൻ, ആന്റികോയാഗുലൻസ് യൂസ്ഡ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ബ്ലഡ് സെൽസ്, ബ്ലഡ് സെൽ ടൈപ്സ്. ഇത് നമ്മളിപ്പോൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ നോർമലായിട്ട് നമ്മൾ PSCക്ക് പഠിക്കുന്നതാണ് അല്ലേ. അപ്പൊ അതാണ് നമുക്ക് കുറച്ചും കൂടി അതിൽ നിന്നൊക്കെ ചോദ്യങ്ങളായിരിക്കും കൂടുതൽ വരാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് ഹെമറ്റോളജി എന്നൊരു ടോപ്പിക് ഉണ്ട്. അതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇംപ്രൂവ്ഡ് ടോട്ടൽ സെൽ കൗണ്ട്സ്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, റെറ്റിക്കുലറ്റസ്, അതുപോലെ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ, PCV, ESR, test for coagulation, bleeding time methods and normal value of Duke's method, clotting time method and normal values of capillary tube method, automation, hematology analyzer, hemograph, CBC principle. ഇനി
ഇനി നമ്മളുടെ ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി, അതാണ് നമുക്ക് 3 മാർക്ക് വരുന്നത്. മൊഡ്യൂൾ 2-ൽ 13 മാർക്കാണ് വരുന്നത്. അതിൽ 10 മാർക്ക് നമ്മളുടെ എന്താണ് ആദ്യത്തെ പോർഷനും, അതുപോലെ ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജിയിൽ 3 മാർക്കും നമുക്ക് വരുന്നുണ്ട്. അതിൽ എന്താണ് ബ്ലഡ് ഗ്രൂപ്പ്, ആന്റിജൻ, ആന്റിബോഡീസ് കാര്യങ്ങൾ, ട്രാൻസ്ഫ്യൂഷൻ, ഫിലോബോട്ടമി, പിന്നെ ഡോണർ സ്കാനറിങ്, ബ്ലഡ് ബാങ്ക്, കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ആൻഡ് ഇഷ്യൂസ് ഓഫ് ബ്ലഡ്, ക്രോസ് മാച്ചിങ് മൈനർ ആൻഡ് മേജർ. നമുക്കറിയാലോ എങ്ങനെയൊക്കെയാണ് ബ്ലഡിന്റെ ക്രോസ് മാച്ചിങ് ആവുന്നത്, ഏതൊക്കെയാണ് ടെസ്റ്റിങ്, ബ്ലഡിന്റെ ഓരോ ടിഷ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡിയാണ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള പോർഷനാണ് അത് വരുന്നത് കേട്ടോ. ഈ മൊഡ്യൂൾ 3-ലാണ് ബാക്കി 15 മാർക്ക് വരുന്നത്. അതിൽ ക്ലിനിക്കൽ പാത്തോളജി ഉണ്ട് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്, 5 മാർക്കിനാണ് അത് വരുന്നത്. യൂറിൻ, സ്പിട്ടം, ടൂൾ, സെമൻ, CSF, അതിന്റെ കളക്ഷൻസ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻസും കാര്യങ്ങളും. പിന്നെ ബയോ കെമിസ്ട്രിയിലെ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ആണ് നമുക്ക് പിന്നെ വരുന്നത്. ഇനി നമ്മളുടെ നോർമൽ വാല്യൂ, ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, റെലവൻസ് ഓഫ് HB അല്ലെ, റെനൽ ഫംഗ്ഷൻ ടെസ്റ്റുകൾ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ, അതിന്റെ കോമൺ ടെസ്റ്റ് എങ്ങനെയാണ്, അതിന്റെ ബാക്കി നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് എപ്പോഴും ചോദ്യങ്ങൾ കാണുന്നത്. അതർ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോഴേക്കും സെറം ഇലക്ട്രോലൈറ്റ്സ്, നെയിം കാർഡിയാക് മാർക്കേഴ്സ്, നെയിം ട്യൂമർ മാർക്കേഴ്സ്, ക്ലിനിക്കലി ഇമ്പോർട്ടൻറ്റ് ഹോർമോൺസ് ആൻഡ് എൻസൈംസ്, ഓട്ടോമേഷൻ ഇൻ ബയോ കെമിസ്ട്രി, അതാണ് നമ്മളുടെ പിന്നീട് വരുന്നത്. പിന്നെ മൊഡ്യൂൾ 4 നമുക്ക് വരുന്നത് 12 മാർക്കാണ്. അത് മൈക്രോ ബയോളജിയിൽ നിന്ന് 5 മാർക്ക് നമുക്കിതിൽ വരുന്നുണ്ട്. ഇനി സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, അതും കാര്യങ്ങൾ വരുന്നുണ്ട്. ഹോട്ട് എയർ ഓവൻ, അത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിസ്ഇൻഫെക്റ്റൻസ്, ആന്റിസെപ്റ്റ്സ്, പിന്നെ കൾച്ചറൽ മീഡിയ, കൾച്ചറൽ മെത്തേഡ്സ്, അതും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ പറയുന്ന സ്ട്രോക്ക്, സ്റ്റാബ്, ലോൺ കൾച്ചർ, ഇതെല്ലാം തന്നെ വരുന്നുണ്ട്. ഇനി ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ, നമുക്കറിയാം ബാക്ടീരിയസ് പലതരത്തിലുണ്ട്. അപ്പൊ അതിങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു, ഡിഫറെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ നമ്മളുടെ പാരാസൈറ്റോളജിയിൽ നിന്ന് 2 മാർക്ക് വരുന്നുണ്ട്. അത് ലബോറട്ടറി ഓഫ് ഡയഗ്നോസിസ് ഓഫ് മലേറിയ, അത് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. 1 മാർക്ക് 2 മാർക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കതിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഇതാണ് നമ്മളുടെ പാരാസൈറ്റോളജി എന്ന് പറയുന്നത്. ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് ഫിലേറിയാസിസ്, ഇതൊക്കെ നമുക്കറിയാം നമ്മുടെ രോഗങ്ങളാണ്, ഏതൊക്കെയാണ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. പിന്നെ നമ്മളുടെ ഹിസ്റ്റോടെക്നോളജി ആൻഡ് സൈറ്റോളജി, ഹിസ്റ്റോടെക്നോളജി അല്ലെ, ഇതാണ് നമുക്ക് ടിഷ്യൂ പ്രോസസ്സിങ്, ഫിക്സേഷൻ ടെക്നിക്ക്, പിന്നെ മൈക്രോടോംസ്, സ്റ്റെയിനിങ്, ഡയഗ്നോസ്റ്റിക് സൈറ്റോളജി, സെല്ലിന്റെ അല്ലെ ടൈപ്സ് ഓഫ് സ്പെസിമെൻ, പ്രോസസ്സിംഗ്, ഫിക്സേഷൻ, സ്റ്റെയിനിങ്, ഇതെല്ലാം തന്നെ നമ്മുടെ സൈറ്റോളജിന്റെ ഭാഗത്ത് നിന്ന് തന്നെ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത പാർട്ടാണ് നമ്മുടെ പാർട്ട് 2 ഫിസിക്സ് ആണ്. അതിൽ 15 മാർക്കാണ് നമുക്ക് ഇതിൽ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ PSCക്ക് പഠിക്കുന്ന പോലെ തന്നെയുള്ള മൊഡ്യൂൾ 1 4 മാർക്ക്, നമ്മുടെ യൂണിറ്റ്സ്, അതുപോലെ പാരലാക്സ് മെത്തേഡ്, ലാർജ് ഡിസ്റ്റൻസ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, അക്യുറസി, പ്രിസിഷൻ. പ്ലസ് ടു ഫിസിക്സ് പഠിച്ച കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതിൽ പുറമെ ഒന്നും നമുക്ക് അറിയാതിരിക്കാൻ വഴിയില്ല. എല്ലാം അത് തന്നെയാണ്. കൈനറ്റിക്സ്, മോഷൻസിനെ സ്ട്രേറ്റ് ലൈൻ ആൻഡ് പ്ലെയിൻ അല്ലെ, ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഓഫ് മോഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, പിന്നെ അതുപോലെ ഇക്വേഷൻ ഓഫ് മോഷൻ, ഇതൊക്കെ നമ്മൾ പ്ലസ് 2 പഠിച്ച അതേ സിലബസ് ആണ് ഫിസിക്സിന്റെ നമുക്ക് വരുന്നത്. ആകെ ഇച്ചിരി വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഏതാണ്, MLT ആണ്. ബാക്കി നോക്കിയാൽ എല്ലാം നമ്മളുടെ അതേ പ്ലസ് 2 പഠിച്ച അതേ സിലബസ് ആണ്, യാതൊരു മാറ്റവും നമ്മൾ കാണുന്നില്ല. ഡൈനാമിക്സ് ആണെങ്കിൽ ലോസ് ഓഫ് മോഷൻ ആൻഡ് വർക്ക്, എനർജി ആൻഡ് പവർ, അത് നമുക്കറിയാം, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. റിക്കോയിലിംഗ് ഓഫ് ഗണ്ണ്, പിന്നെ ഫ്രിക്ഷൻ, ലോസ് ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റിപ്പോസ്, മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ അല്ലേ, നമ്മൾ പറയില്ലേ മറ്റേ എന്താണ് സർക്കസിലൊക്കെ ഇങ്ങനെ കറങ്ങുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ ഓരോ കാര്യങ്ങളും. ആ റൊട്ടേഷൻ മോഷനും ഇതൊക്കെ വരുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആപ്ലിക്കേഷൻ, ടോർക്ക്, ആംഗുലർ മൊമെന്റം ഓഫ് ഇനേഷ്യ ഓഫ് റെഗുലർ ബോഡീസ്, പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, കെപ്ലേഴ്സ് തേർഡ് ലോ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. എസ്കേപ്പ് വെലോസിറ്റി. മൊഡ്യൂൾ 2-ന് നമുക്ക് 3 മാർക്ക് വരുന്നുണ്ട്. മെക്കാനിക്സ് ഓഫ് സോളിഡ് ആൻഡ് ഫ്ലൂയിഡ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഓസിലേഷൻ ആൻഡ് വേവ്സ്, ഇതെല്ലാം അത് തന്നെയാണ്, യാതൊരു മാറ്റവും ഫിസിക്സിൽ കാണുന്നില്ല കേട്ടോ. മൊഡ്യൂൾ 3 നമുക്ക് അത് തന്നെയാണ്. നമ്മുടെ ഏതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഇത് വരുമ്പോഴേക്കും നമ്മുടെ പ്ലസ് 2-ന്റെ അത് തന്നെ, യാതൊരു മാറ്റവും വരുന്നില്ല. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് AC അല്ലേ.
പിന്നെ നമുക്ക് ഏതാ വരുന്നത്, നമ്മളുടെ മൊഡ്യൂൾ 4 റേ ആൻഡ് വേവ് ഒപ്റ്റിക്സ്, അതുപോലെ മോഡേൺ ഫിസിക്സ്, ഡിവൺ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റേഴ്സ്, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ, സെമി കണ്ടക്ടർ ഫിസിക്സ്. മൊത്തം നമ്മളുടെ ഫിസിക്സ് +2 പഠിച്ച അതേ സിലബസ് ആണ്, യാതൊരു മാറ്റവും കാണുന്നില്ല. 15 മാർക്കുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ഈവൻ +2ന്റെ ഇപ്പോഴത്തെ ക്വസ്റ്റൻ പേപ്പർ എടുത്ത് പഠിച്ചിട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് എന്താണ് നല്ല രീതിയിൽ നമുക്ക് മാർക്ക് ക്വാളിഫൈ ചെയ്യാണ്ട് സാധിക്കും. ഒരു 5 വർഷത്തെ +2ന്റെ ഫിസിക്സിന്റെ ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന പൗതി സിലബസ് നമ്മൾ എന്താണ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് കെമിസ്ട്രി നോക്കാം. 15 മാർക്കാണ്, പാർട്ട് 3 ആണത്. ഫിസിക്കൽ കെമിസ്ട്രി നമുക്ക് 5 മാർക്കിന്, മൊഡ്യൂൾ 1 5 മാർക്കിനാണ് നമുക്ക് വരുന്നത്. അതുപോലെ നമുക്ക് എന്താണ് അതിൽ നമുക്ക് ഉൾപ്പെടുന്നതാണ് നമ്മുടെ ആറ്റം, ഡിഫറെന്റ് ആറ്റം മോഡൽ, റൂദർഫോർഡ്, നീൽസ് ബോർ, കോൺസെപ്റ്റ് ഓഫ് ഓർബിറ്റ്സ് ഒക്കെ നമുക്ക് അതിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ മൊഡ്യൂൾ 2 ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ 5 മാർക്ക് വരുന്നുണ്ട്. നമ്മുടെ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ, മോഡേൺ പീരിയോഡ് ടേബിൾ, അതുപോലെ എന്താണ് ഹൈഡ്രജൻ, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. മൊഡ്യൂൾ ഇതിലെ ഓർഗാനിക് കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്രോ കാർബൺസ്, ആൽക്കഹോൾ, ഫീനോൾ, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, ആൽക്കഹോൾ, ഐസോപ്രൈൽ, ആൽക്കഹോൾ, ഗ്ലിസറോൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, വരച്ച് നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഏതൊക്കെ റിയാക്ഷൻസ് ആണെന്നൊക്കെ നമ്മൾ വരച്ച് പഠിച്ച് ഓർക്കുന്നുണ്ടോ? അത് തന്നെ യാതൊരു മാറ്റവും നമ്മളുടെ സിലബസിൽ വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ പോളിമേഴ്സ്, ഇതെല്ലാം അതേ സെയിം ആണ് നമ്മളുടെ ഇത് വന്നിരിക്കുന്നത്. അടുത്ത പാർട്ട് 4 ബോട്ടണി. നമ്മൾ പറഞ്ഞു ബയോളജിയിൽ നമുക്ക് ബോട്ടണി, സുവോളജി 10 മാർക്ക് വീതം ഈക്വലൈസ് ചെയ്താണ് പോകുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ജോബ് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ബയോളജി സയൻസ് എടുത്തവർക്ക് മാത്രമേ ഈ എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം എന്താ, മത്സരാർത്ഥികളുടെ എണ്ണം വളരെ PSൽ അപേക്ഷിച്ച് വളരെ മറ്റ് എക്സാമിൽ അപേക്ഷിച്ച് എന്താണ് കുറവായിരിക്കും. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല സാലറി ഉണ്ടാകും. അതുപോലെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് നേടാനായിട്ടും പറ്റുന്നതാണ്. ഈ ബോട്ടണിലാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 1 സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, ഇതൊക്കെ നമ്മൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ PSCയിൽ ബയോളജി പഠിക്കുന്ന അതേ പോർഷൻസ് ആണ് വരുന്നത്. അതിലിപ്പോൾ നമുക്ക് മൈറ്റോസിസ്, മിയോസിസ്, ഇന്റർഫേസ്, സെൽ സൈക്കിള്, അതൊക്കെയാണ് നമുക്ക് ഡെപ്തിൽ പഠിക്കാത്തവർക്ക് മനസ്സിലാവും. പക്ഷെ ഡിഗ്രി ലെവൽ പഠിക്കുന്നവർക്ക് ഇത് ഈസി ആയിരിക്കുള്ളൂ. മൊഡ്യൂൾ 2 റീപ്രൊഡക്ഷൻ ആണ്, 2 മാർക്ക് വരുന്നുണ്ട്. റീപ്രൊഡക്ഷൻ ഓർഗാനിസംസ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അത് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മൊഡ്യൂൾ 3 ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ, അത് 1 മാർക്കാണ് വരുന്നത്. അപ്പോൾ ആ 1 മാർക്ക് നമുക്ക് നല്ല സുഖമായിട്ട് മേടിക്കാണ്ട് സാധിക്കും. മൊഡ്യൂൾ 4 ഏതാണ് ബയോടെക്നോളജി, നമ്മുടെ 3 മാർക്ക് വരുന്നുണ്ട്. ബയോടെക്നോളജിയിലെ പ്രിൻസിപ്പിളും അതിലെ പ്രോസസ്സിങ്ങും എന്തൊക്കെയാണെന്നുള്ള നമുക്കറിയാലോ. RNA, DNA, അതുപോലെ ഐസൊലേഷൻ ഓഫ് DNA, ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ നമ്മളുടെ മൊഡ്യൂള് അതിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും. മൊഡ്യൂൾ 5 നമുക്ക് എക്കോളജി ആണ്, 2 മാർക്ക് വരുന്നത്. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് അല്ലേ, അതാണ് നമുക്ക് മെയിൻ ആയിട്ട് അതിൽ ചോദിച്ചിരിക്കുന്നത്. ഇനി എക്കോസിസ്റ്റം വരുന്നുണ്ട്. എക്കോസിസ്റ്റം സ്ട്രക്ചർ, പ്രൊഡക്ഷൻ, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, എക്കോളജിക്കൽ പിരമിഡ്, എക്കോളജിക്കൽ സസഷൻ അല്ലേ, ഇതൊക്കെ നമ്മൾ ഡിഗ്രി ലെവൽ പഠിക്കുന്നവർക്ക് എക്കോസിസ്റ്റം എന്നുള്ളൊരു പാട്ടുണ്ട് അതിൽ വരുന്നതാണ്. ഇനി എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഇത് നമ്മൾ പഠിക്കുന്നതാണ്. പൊല്യൂഷൻ, എയർ, വാട്ടർ, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ. പിന്നെ ഡിഫോറസ്റ്റേഷൻ, റീഫോറസ്റ്റേഷൻ, അതെല്ലാം നമുക്ക് വരുന്നുണ്ട്. അടുത്ത നമ്മുടെ പാർട്ട് 5 എന്ന് പറയുന്നത് സുവോളജി, അതും 10 മാർക്കാണ്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഹ്യൂമൻ സൈക്കോളജി, 5 മാർക്ക് വരുന്നുണ്ട്. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, അതാണ് നമുക്ക് മൊഡ്യൂൾ 1 നമുക്ക് വരുന്നത്. പിന്നെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്, നിങ്ങൾ ആ +2ന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതേ സെയിം ചാപ്റ്റർ ആണ് നമുക്കിതിൽ വരുന്നത് കേട്ടോ. ലോക്കോമോഷൻ, മൂവ്മെന്റ്സ്, ന്യൂട്രൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ അല്ലേ, ഇതൊക്കെ സെയിം ആണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. പിന്നെ നമ്മളുടെ മൊഡ്യൂൾ 2 ജനറ്റിക്സ് ആണ്, 2 മാർക്ക് അതിൽ വരുന്നുണ്ട്. ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, മോളിക്കുലർ ബേസിക്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. മൊഡ്യൂൾ 3 ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ, 1 മാർക്ക് നമുക്ക് വരുന്നുണ്ട്. നമ്മളുടെ എന്തൊക്കെയാണെന്നുള്ളത് ഇമ്മ്യൂൺ സിസ്റ്റം കാര്യങ്ങളൊക്കെ. പിന്നെ ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ഹ്യൂമൻ ബോഡി, അലർജീസ്, എയ്ഡ്സ്, ക്യാൻസർ. മൊഡ്യൂൾ നമ്മുടെ 4 ആനിമൽ കിങ്ഡം, അതിലാണ് നമ്മളുടെ എന്താണ് പോളിഫ്ര, സിലൻഡ്രേറ്റ, നമ്മളുടെ എന്താണ് അനിലിഡ, ആർത്രോപോഡ, മൊളുസ്കസ് അല്ലേ,
എന്താണ് എക്കിനോഡെർമേറ്റ, കോഡേറ്റ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതാണല്ലേ. അതേ സെയിം സിലബസ് ആണ്, യാതൊരു മാറ്റവും നമുക്ക് വരുന്നില്ല. ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം എഴുതാൻ വളരെ എളുപ്പമാണ്. നമ്മൾ അത് പഠിച്ച അതേ സിലബസ് കാര്യമാണ്. നിങ്ങൾ 5 വർഷത്തെ നമ്മൾ പ്ലസ് ടുവിൻ്റെ ഇപ്പോൾ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിരിക്കും എക്സാം പഠിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് PSC ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ കോഴ്സ് നമ്മൾ എന്താണ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. കറക്റ്റ് ഒരു ടൈം ടേബിളും മെമ്പർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നമുക്കിത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമ്മളുടെ PSCയുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ RH005 എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കാം. നമുക്ക് ഇനി അധികം ടൈമില്ല. നമ്മുടെ എക്സാം ഒക്കെ വരുമ്പോൾ ഏകദേശം ഒരു മെയ് ജൂലൈ ആ ഒരു ടൈമാണ് നമുക്ക് പറയുന്നത് തന്നെ. ഓൾറെഡി ഇപ്പോൾ നമുക്ക് 4-ാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ അധികം സമയം കളയാതെ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കയറാൻ പറ്റും. ബയോളജി സയൻസ് എടുത്തവർക്ക് എന്താണ് നല്ലൊരു അവസരമാണ് ഇപ്പോൾ ഈ ഒരു നമ്മളുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാണ്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഓൾ.